ഇന്ന് നല്ലൊരു മട്ടൻ കറി ഉണ്ടാക്കാം. അതിനായിട്ട് 1/2 കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് മുറിച്ച ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. മട്ടനിലേക്ക് ആവശ്യമായ അത്രയും ഉപ്പും മട്ടൻ നികന്ന് നിൽക്കുന്ന അളവിൽ വെള്ളവും ഒഴിച്ച് എരിവിനായിട്ട് 2 പച്ചമുളകും ഇട്ട് ഇളക്കിയ ശേഷം അടച്ചു വെച്ച് 3 വിസിൽ വേവിച്ചെടുക്കാം. ഇനി മറ്റൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം 4 കുടം വെളുത്തുള്ളി അരിഞ്ഞത് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ചെറുതായിട്ട് നിറം മാറാൻ തുടങ്ങുമ്പോൾ പാനിൽ നിന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായി മീഡിയം സൈസിലെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് എണ്ണയിൽ വഴറ്റിയെടുത്ത് മാറ്റിവെക്കാം. 2 സവാള അരിഞ്ഞത് വഴറ്റി നിറം മാറി വരുമ്പോൾ പാനിൽ നിന്നും എടുക്കാവുന്നതാണ്. വീണ്ടും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം 2 പച്ചമുളക് നടുകെ കീറിയത് ഇട്ട് വഴറ്റിയെടുക്കാം. അതും വഴറ്റിയ ശേഷം മറ്റൊരു പാത്രത്തിലേക്കാക്കാം. അടുത്തതായി 1/2 പിടി കറിവേപ്പില കഴുകിയത് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യണം. കറിവേപ്പില ഒരുവിധം ക്രിസ്പിയായി വന്നാൽ പാനിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇനി ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കണം. അടുത്തതായി എണ്ണയിൽ 1 പിടി കുരുമുളക് ചേർത്ത് ഇളക്കി ചൂടാക്കിയ ശേഷം പാനിൽ നിന്ന് മാറ്റി ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. വെളുത്തുള്ളിയും കറിവേപ്പിലയും കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കേണ്ട ഒരു വിഭവമാണിത്. ചൂടാറിയ ശേഷം എണ്ണയിൽ വഴറ്റിയ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവാള, കറിവേപ്പില, തക്കാളി, കുരുമുളക് എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കണം. മട്ടൻ വെന്ത് കഴിഞ്ഞാൽ കുക്കറിലെ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് അതിലെ വെള്ളവും മട്ടനും വേർതിരിക്കണം. വെള്ളം മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാവുന്നതാണ്. ഇനി വേറൊരു പാൻ വെച്ച ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് വഴറ്റാം. അതിനുശേഷം അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് മട്ടൻ്റെ സ്റ്റോക്ക് കൂടി ചേർത്ത് ഇളക്കാം. ഉപ്പ് നോക്കണം, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. മട്ടൻ നന്നായി ഇളക്കി തിളച്ച് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും കൂടെയൊക്കെ കഴിക്കാവുന്ന നല്ലൊരു കറിയാണിത്. എല്ലാവരും ഈ രീതിയിൽ മട്ടൺ ഉണ്ടാക്കി നോക്കിയ ശേഷം അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തോളൂ. മറ്റൊരു നല്ലൊരു വിഭവമായി മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. താങ്ക്